ഓക്കെ. നമ്മുടെ CA അണ്ടർ ഓഡിറ്റിംഗ് ട്രിക്കി 25 ക്വസ്റ്റ്യൻസിന്റെ ഫൈനൽ പാർട്ട് ആയിരിക്കും ഇത്. ഇതിൽ ബാങ്കിന്റെയും ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ കവർ ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, കോളം എ ഡിസ്ക്രൈബ്സ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സർട്ടൻ ഐറ്റംസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി. കംപ്ലീറ്റ് കോളം ബൈ സജസ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് ടേം ടു ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ. ഓക്കെ. ഓഡിറ്റ് ഓഫ് എ ബോറോവർ ക്ലൈന്റ് ഓഡിറ്റ് ഓഫ് എ ബോറോവർ ക്ലൈന്റ് ഓഫ് എ ബാങ്ക് carried out at bank's request to verify borrower's current asset. ബാങ്കിന്റെ ക്ലയന്റിന്റെ റെക്കോർഡ്സ് കറണ്ട് അസറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയന്റിന്റെ ബോറോവറിന്റെ സ്റ്റോക്ക് ഓഡിറ്റ് ആണ്. ലൈക്ക് 5 crore മേലെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആനുവലി എങ്കിലും എന്താ ബാങ്ക് ക്ലയന്റിന്റെ കറണ്ട് അസറ്റ് വെരിഫൈ ചെയ്യണം എന്നൊരു പ്രൊവിഷൻ ഉണ്ട് ചാപ്റ്റർ 10. അതാണ് സ്റ്റോക്ക് ഓഡിറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ലിമിറ്റ് അപ് ടു വിച്ച് എൻറ്റിറ്റി ക്യാൻ വിഡ്രോ ഫ്രം സാങ്ഷൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് എത്രയാണ്? ഡ്രോയിങ് പവർ അല്ലേ അതിന് പറയാ. സ്റ്റാറ്റ്യൂട്ടറി റേറ്റ് ഓഫ് ക്രെഡിറ്റർ ടു അഡ്ജസ്റ്റ് ഡെബിറ്റ് ബാലൻസ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ്. ഓക്കെ, അതൊക്കെ അറിയാൻ വിചാരിക്കുന്നു. ക്രിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഇൻ എ ബാങ്ക് ബൈ മിയർ ഡെലിവറി ഇക്വിറ്റബിൾ മോർഗേജ്. നമ്മള് ലൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലെൻഡർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് രജിസ്റ്റേർഡ് മോർഗേജ്. ഇത് ജസ്റ്റ് ഡോക്യുമെന്റ് കൈമാറുന്നുള്ളൂ. അപ്പോൾ മിയർ ഡെലിവറിനെ നമ്മൾ എന്താ പറയും? ഇക്വിറ്റബിൾ മോർഗേജ് പറയും. സ്റ്റോക്ക് ഓഡിറ്റ്, ഡ്രോയിങ് പവർ, സെറ്റ് ഓഫ്, ഇക്വിറ്റബിൾ മോർഗേജ്. ഓക്കെ. ഓക്കെ, നാഷണൽ ബാങ്ക് ഹാസ് അഡ്വാൻസ്ഡ് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ലൈക്ക് ഓവർ ഡ്രാഫ്റ്റ് പോലത്തെ ഒരു ഫെസിലിറ്റി, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് 25 lakhന്റെ ടു ക്ലൈന്റ് കസ്റ്റമർ. ഫോളോയിങ് ഈസ് എക്സ്ട്രാക്ട്. അപ്പോൾ ബാങ്കിന്റെ ബുക്സിൽ ഈ കസ്റ്റമറിന്റെ അക്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസ്. ഡ്രോയിങ് പവർ ഡ്യൂരിങ് ദ അബോവ് വാസ് 25 lakh. ഡ്രോയിങ് പവർ 25 lakh തന്നെയായിരുന്നു. അപ്പോൾ സാങ്ഷൻ ലിമിറ്റ് ഇതിന് മേലുള്ളതായിരിക്കും. ഒബ്വിയസ്ലി നോർമലി ഇതിന്റെ മേലുള്ള എമൗണ്ട് ആയിരിക്കും. അത് നമുക്ക് ആവശ്യമില്ല. ഒന്നാമത് അല്ല, അത് തന്നിട്ടുണ്ട്. അത് അക്കൗണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം 25 lakh തന്നെ സാങ്ഷൻ ലിമിറ്റ് എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. ദ അക്കൗണ്ട് വാസ് ക്ലാസിഫൈഡ് ആസ് സ്റ്റാൻഡേർഡ് അസറ്റ്. അപ്പോൾ ഇതുവരെ NPA 90 days ആയിട്ട് നിന്നിട്ടില്ല. ദ സെക്യൂരിറ്റി ചാർജ് വിത്ത് ബാങ്ക് റിമെയിൻസ് ഇൻടാക്ട് ത്രൂ ദിസ് പീരിയഡ്. സെക്യൂരിറ്റി ഇപ്പോഴും അതേപോലെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ലൈക്ക് വാല്യൂ കുറഞ്ഞിട്ടില്ല. ആ ഒരു മീനിങ് ആണ് അവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ? സെക്യൂരിറ്റി ചാർജ്ഡ് വിത്ത് ദ ബാങ്ക് റിമെയിൻസ് ഇൻടാക്ട് ത്രൂ ദിസ് പീരിയഡ്. 24,75,000. എന്തോ ഒരു വേർഡിങ്സിൽ എന്തോ മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ. കമന്റ് ഓൺ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അബവ് as on 31st March 2024. ഓക്കെ, 31st March 2024 അസറ്റ് ക്ലാസിഫിക്കേഷൻ പറയാൻ NPA ആണോ, സ്റ്റാൻഡേർഡ് ആണോ, സബ്സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞല്ലോ മെയിൻലി ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ്. ഒരു ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയെ NPA ആയിട്ട് നമ്മൾ എപ്പോഴാണ് ട്രീറ്റ് ചെയ്യുക? അത് ഔട്ട് ഓഫ് ഓർഡർ ആകുമ്പോഴാണ്. ഔട്ട് ഓഫ് ഓർഡർ എപ്പോഴാണ്? 3 കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ 90 days ആയിരിക്കണം, സാങ്ഷൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് പവറിന് എക്സസ് ആയിട്ടായിരിക്കണം ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഫോർ ലൈക്ക് 90 days. അതുപോലെ തന്നെ 90 days ആയിട്ട് കണ്ടിന്യൂസ് ക്രെഡിറ്റ് ഇല്ലാതിരിക്കണം. ഇവിടെ നോക്ക്, 31st December ഒരു ക്രെഡിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഒറ്റ രൂപ കിട്ടിയിട്ടില്ല. ജനുവരി ടു മാർച്ച് വരെ 90 days ആയില്ലേ? അപ്പൊ തന്നെ ഇതെന്താ? ഔട്ട് ഓഫ് ഓർഡർ ആയി. അപ്പൊ 31st March ഔട്ട് ഓഫ് ഓർഡർ ആണെങ്കിൽ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പിന്നെ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണം. NPA ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൈക്ക് ക്ലാസിഫൈ ചെയ്യുക ഫസ്റ്റ് ലൈക്ക് NPA ആവുമ്പോൾ അല്ലേ? ഇൻ അക്കോർഡൻസ് വിത്ത് RBI norms on asset classification and non-performing asset is a loan or advance for accounts remain out of order. ഓക്കെ, ഒരു ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മേലുള്ള ഓവർ ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ, ക്യാഷ് ക്രെഡിറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് NPA ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഔട്ട് ഓഫ് ഓർഡർ ആകുമ്പോൾ. ഔട്ട് ഓഫ് ഓർഡർ എപ്പോഴാകുമ്പോൾ 3 കണ്ടീഷൻസ് ലൈക്ക് ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്താൽ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കണ്ടിന്യൂസ്ലി സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവറിന് ആക്സസ് ആയിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു 90 days ഒരു ക്രെഡിറ്റ് ഉണ്ടാവാതിരിക്കണം. ഇതാണ് നമ്മുടെ സിനാരിയോയിലുള്ളത്. സാങ്ഷൻ ലിമിറ്റ് സെപ്പറേറ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റിന് വലിയ റെലവൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഉണ്ട് ബട്ട് നോട്ട് ഇനഫ് ടു കവർ ദി ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ഉണ്ട് ബട്ട് ഇറ്റ് ഈസ് ഇനഫ് ടു കവർ ദി ഇൻട്രസ്റ്റ് അല്ലേ? 80 സംതിങ്. അപ്പോൾ ഈ സെക്കൻഡ് കണ്ടീഷനാണ് ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻ ദ ഗിവൻ കേസ് ഓൾദോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഈസ് ലെസ് ദാൻ സാങ്ഷൻ ലിമിറ്റ് ഡ്രോയിങ് പവർ ഓഫ് 25 lakh. ഓക്കെ, അപ്പോൾ ഇവിടെ 25 lakh തന്നെ ഡ്രോയിങ് പവർ സാങ്ഷൻ ലിമിറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ലൈക്ക്
ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ലെസ് ദാൻ 25 lakh ആണ്. ബട്ട് ദെയർ ആർ നോ ക്രെഡിറ്റ് ഫോർ കണ്ടിന്യൂസ് 90 days. ദെയർഫോർ ഇറ്റ് ബിക്കംസ് ഔട്ട് ഓഫ് ഓർഡർ ആൻഡ് സെക്യൂരിറ്റി ക്ലാസിഫൈഡ് NPA. ഫസ്റ്റ് ടൈം NPA ആവുമ്പോൾ നമ്മൾ ഏതിലാണ് സബ് സ്റ്റാൻഡേർഡ്, ആ ടേബിൾ ഓർമ്മയില്ലേ, സബ് സ്റ്റാൻഡേർഡ്, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സബ് സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഡൗട്ട്ഫുൾ ആണെങ്കിലും D1 D2 D3 ഫസ്റ്റ് സബ് സ്റ്റാൻഡേർഡ് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ടു എ പീരിയഡ് NPA ആയിട്ട് 12 മാസം വരെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഓർമ്മയില്ല, എത്ര 25% ഓർമ്മയിൽ. ഓക്കെ, while verifying the provision of advances of a branch of MCA, okay, CA auditor notice credit facility consisting of term loan to KR enterprises have been classified under D1 category. D1 category, okay, D1 category ആവുമ്പോൾ എത്ര പ്രൊവിഷൻ കൊടുക്കേണ്ടത്? സെക്യൂർഡ് എമൗണ്ടിന് 25%, അൺസെക്യൂർഡ് എമൗണ്ടിന് 100%. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഇൻ ടേം ലോൺ അക്കൗണ്ട് വാസ് 50 lakh. ആ 50 lakh 40 lakh സെക്യൂർഡ് ആണ്. അപ്പോൾ അൺസെക്യൂർഡ് എത്രയാണ്? 40 - 50 അല്ലെങ്കിൽ 50 - 40 10 lakh. അപ്പോൾ ബ്രാഞ്ച് 7.5 lakh ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി D1 കാറ്റഗറി ആണെങ്കിൽ ഞാൻ പറഞ്ഞു 25% സെക്യൂർഡ് പോർഷനും 100% അൺസെക്യൂർഡ് പോർഷനും. അൺസെക്യൂർഡ് പോർഷൻ 10 ആണ് അല്ലേ, 50 - 40. അപ്പോൾ 10ന് 10 തന്നെ ക്രിയേറ്റ് ചെയ്യണം. സെക്യൂർഡ് പോർഷൻ 40ക്ക് 25% ക്രിയേറ്റ് ചെയ്യണം. 14 25 എത്ര? അതും 10 lakh തന്നെയല്ലേ വരിക. അപ്പോൾ ടോട്ടൽ 20 lakh ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഇവിടെ 7.5 lakh ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡീഷണൽ പ്രൊവിഷൻ ഓഫ് ലൈക്ക് 12.5 ഇവിടെയും ക്രിയേറ്റ് ചെയ്യണം. അതിവിടെ പറഞ്ഞിട്ടില്ല, അതും പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് സിമ്പിളാണ്. ഞാനത് ഭയങ്കര ലൈക്ക് ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾ എഴുതണം കേട്ടാ. ഞാൻ ഇതിൻ്റെ കോൺസെപ്റ്റുകളാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഏതൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് പവർ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാട്ടിത്തരാം. നമുക്ക് 60,000 എന്ത് ചെയ്തു, സ്റ്റോക്ക് വന്നിട്ടുണ്ട് സെക്യൂരിറ്റി ആക്കിയിട്ട്. ബട്ട് അതിൽ 10,000 രൂപയുടെ എന്താണ് സ്റ്റോക്ക് 60,000 ഉണ്ടെങ്കിലും അതിൽ 10,000 രൂപ ക്രെഡിറ്റർ ആണ്. അപ്പോൾ 50,000 രൂപയാണ് പേസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത്. ക്ലൈന്റ് മീൻസ് കൃപ ലിമിറ്റഡ് പേസ കൊടുത്ത് മേടിച്ചിട്ടുള്ള സ്റ്റോക്കിന്റെ മേലല്ലേ സെക്യൂരിറ്റി ആക്കിയിട്ട് ബാങ്കിന് റിലയബിൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ചോദിച്ചാൽ ആരും വരത്തില്ല. പക്ഷേ ഈ 10,000 രൂപയുടെ സ്റ്റോക്ക് സെക്യൂരിറ്റി ആക്കി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രെഡിറ്റർ നാളെ ചോദിച്ചു വന്നാലോ, ഈ കൃപ ലിമിറ്റഡ് ക്രെഡിറ്റർക്ക് പേ ചെയ്തില്ലെങ്കിൽ സപ്ലയർക്ക് 50,000 നമ്മൾ എടുക്കും സെക്യൂരിറ്റി ആക്കിയിട്ട്. അതുപോലെ തന്നെ ഡെറ്റർ 55,000 ഉണ്ട്. പക്ഷെ അതിലെ 15,000 20/10 പറയുന്നുണ്ട്. ഓക്കെ, മാർജിൻ ഓൺ ദ സ്റ്റോക്ക് ഈസ് 30%. ഓക്കെ, സ്റ്റോക്കിന് 30% മാർജിൻ ബാങ്ക് കീപ്പ് ചെയ്യും. അപ്പോൾ 50,000 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ 50,000 കൊടുക്കത്തില്ല. 50,000 ബാങ്കിന് റിസ്ക് അല്ലടേ, ഈ സ്റ്റോക്ക് നാളെ കത്തിപ്പോയാലോ. അപ്പോൾ ആ ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 30% കുറച്ചിട്ടാണ് സെക്യൂരിറ്റി ആക്കി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 50,000 രൂപയുടെ സ്റ്റോക്ക് കൊടുത്താലും 30,000 രൂപ തരത്തുള്ളൂ വിത്ത് റെസ്പെക്ട് ടു സ്റ്റോക്ക്. അതുപോലെ ഡെറ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 55,000 രൂപ ഡെറ്റർ ഉണ്ട്. ഇവിടെ ബാങ്ക് ഉണ്ടല്ലോ 3 മാസത്തിൽ കൂടുതൽ ക്രെഡിറ്റ് പീരീഡ് ഉള്ള ഡെറ്ററിന് എടുക്കത്തില്ല അത്ര. ഇതിപ്പോ മാർച്ച് 31 നിൽക്കുന്നത്. നമ്മള് 20 ഒക്ടോബറിന് വിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ 20 നവംബർ, 20 ഡിസംബർ, 20 ജനുവരി 3 മാസം കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മോർ ദാൻ 3 months ഇൻഎലിജിബിൾ ആയിട്ടാണ് ബാങ്ക് എടുക്കുക. അപ്പോൾ ഇൻഡയറക്ട്ലി 55,000 ഡെറ്ററിനെ കൃപ ലിമിറ്റഡ് സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാലും അതിലെ 15,000 എക്സ്ക്ലൂഡ് ചെയ്യും, ബാങ്ക് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ 40,000 രൂപയാണ് ലൈക്ക് ഒരു റിലയബിൾ ഡെറ്റർ ആയിട്ട് ബാങ്ക് സെക്യൂരിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. 40% എന്ത് ചെയ്യും, മാർജിന് ബാങ്ക് എടുക്കും. എന്ന് വെച്ചാൽ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 40% കുറച്ചിട്ടുള്ളതാണ് കൊടുക്കുള്ളൂ. അപ്പോൾ 40,000 മൈനസ് 40% എത്ര? 24,000 ആണ് ഫോർ വിത്ത് റെസ്പെക്ട് ടു ഡെറ്റർ. 55,000 രൂപ ഡെറ്റർ ബാങ്കിന് കൊടുത്താലും 24,000 രൂപ തരത്തുള്ളൂ. അപ്പോൾ 35,000. അപ്പോൾ ബാങ്കിന് റിലയബിൾ ആയി കൊടുക്കാൻ പറ്റാവുന്ന എത്രയാണ്? 59,000. എവിടെയോ പണിപാളിയിലോ. ഇത് കറക്റ്റാണ് 35,000ന്റെ. ഡെറ്ററിന്റെ മേലെ 40% തന്നെയല്ലേ ഞാൻ കുറച്ചത്? അതേലോ 40,000 40% കുറച്ചാൽ 24,000. സോറി നമ്മൾ ഈ 40% അപ്ലൈ ചെയ്യുക. അല്ല ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം 40,000-ന്ന് 60,000 കുറച്ചാൽ വരേണ്ടത് 24,000 അല്ലേ? ഇവിടെ എന്താ 16,000 എന്നുള്ളത് തെറ്റാ തോന്നുന്നുണ്ട് കേട്ടറാ. 15,000, 35,000 ഇത് മിക്കത് മിസ്റ്റേക്കണാണ്. നമുക്ക് വരാം 35,000 പ്ലസ് 24,000 59,000 ആണ് വരേണ്ടത് അല്ലേ? അല്ലേ ഇവിടെ അങ്ങനെ തന്നെയല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ എലിജിബിൾ ഡെറ്റർ 40,000 അതുവരെ കറക്റ്റ് ആണ്. 16,000-നെ 40% ആക്കി എടുത്തു കഴിഞ്ഞാൽ അല്ല ഇതുവരെ കറക്റ്റ് ആണ്. ഇതിന് ആഡ് ചെയ്യണോ ചെയ്തിട്ടുള്ളത്? അല്ലല്ലോ. ഇത് തെറ്റാ, മിക്കും തെറ്റന്നെയായിരിക്കും. തെറ്റന്നെയാണ്. ഓക്കെ. 59,000 അവർക്ക് കൊടുക്കാം. പക്ഷേ ഇവരുടെ സാങ്ഷൻ ലിമിറ്റ് എത്രയാണ്? 48,000 ആണ്. അപ്പോൾ ലൈക്ക് 59,000 കൊടുക്കുകയാണെങ്കിൽ പോലും സാങ്ഷൻ ലിമിറ്റ് 48,000 കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാങ്ഷൻ ലിമിറ്റ് മാക്സിമം ബാങ്ക് തീരുമാനിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ എന്താ പറയുക, ഡ്രോയിങ് പവർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഡ്രോയിങ് പവർ ഒരിക്കലും സാങ്ഷൻ ലിമിറ്റിനേക്കാളും മേലെ ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ 59,000 ഈവൻ ഇഫ് ഡ്രോയിങ് പവർ ആയിട്ട് കൊടുക്കാമെങ്കിൽ പോലും സാങ്ഷൻ ലിമിറ്റ് ബാങ്ക് ഡിസൈഡ് ചെയ്തിട്ടുള്ള 48,000 ആയതുകൊണ്ട് ഈ 59,000-ന് 48,000 നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ. എപ്പോഴും ഡ്രോയിങ് പവർ വിൽ ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ സാങ്ഷൻ ലിമിറ്റ് ആണ്. അതൊരു തമ്പ് റൂൾ ആണ്. ഓക്കെ. സാങ്ഷൻ ലിമിറ്റ് മാക്സിമം ഇവനിപ്പോ ഉണ്ടല്ലോടാ, നമുക്ക് ഡ്രോയിങ് പവർ ഒരു 40 ഇപ്പൊ സാങ്ഷൻ ലിമിറ്റ് പറഞ്ഞാൽ ഒരു 50,000 സാങ്ഷൻ ലിമിറ്റ്, 40,000 ഡ്രോയിങ് പവർ. ഇപ്പൊ നാളെ ബാങ്ക് കമ്പനി നല്ല ബിസിനസ് ഉണ്ടാക്കുകയാണ്, കമ്പനീനെ പറ്റിയിട്ട് ബാങ്കിന് നല്ല മതിപ്പായി ക്രെഡിറ്റ് വർത്തിൻസ് ഉള്ളതായി തോന്നുകയാണെങ്കിൽ ബാങ്ക് ചിലപ്പോൾ നാളെ 40,000 ലിമിറ്റ് വേണമെങ്കിൽ 49,000 ആക്കി കൊടുക്കും. ബട്ട് എന്നാലും 50,000-ന് മേലെ പോകത്തില്ല. ഡ്രോയിങ് പവർ വേണമെങ്കിൽ അപ്പോൾ കൂട്ടി കൊടുക്കാം സാങ്ഷൻ ലിമിറ്റ് വരെ. അപ്പൊ സാങ്ഷൻ ലിമിറ്റ് പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവലാണ്. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പറഞ്ഞ പോലെ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞ പോലെ ടോപ്പ് ലെവലാണ് എന്ത് സാങ്ഷൻ ലിമിറ്റ്. ഇതിനപ്പുറത്തോട്ട് ₹1 കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആയ 50,000 കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തുണ്ടാവും പറയാൻ പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാങ്ഷൻ ലിമിറ്റിന്ന് കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് കൊടുക്കുന്നത്, ലൈക്ക് വിഡ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് പവർ ആയിട്ട് കൊടുക്കുന്നത്. നമുക്കൊരു ഡ്രോയിങ് പവർ തന്ന സെക്യൂരിറ്റീസ് വെച്ചിട്ട് 59,000 കൊടുക്കാമെങ്കിൽ പോലും ബാങ്ക് തീരുമാനിച്ചുള്ള സാങ്ഷൻ ലിമിറ്റ് 48,000 ആണ്. അപ്പോൾ ഡ്രോയിങ് പവർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സാങ്ഷൻ ലിമിറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ 48,000 കൊണ്ടുവരണം. ഓക്കെ. 51,000 35,000 പ്ലസ് ഞാൻ കാൽക്കുലേറ്റ് തെറ്റിയൊന്നല്ലല്ലോ. ഇല്ല. ഓക്കെ. വുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു sanction limit is 48,000 various drawing power as per the so drawing power would be restricted to sanction limit, that means 48,000. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ, ഞാൻ എഴുതി തന്നെയാണ് കറക്റ്റ്. ഓക്കെ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻഗേജ്മെന്റ് ടീം. ഓക്കെ. ലൈക്ക് കുറച്ച് അക്കൗണ്ട്സുകൾ തന്നിട്ടുണ്ട് ബാങ്കിന്റെ. ഏതോ ഒരു CA സ്റ്റുഡന്റ് ബാങ്ക് ഓഡിറ്റിന് പോയെടുക്കായിരുന്നു. അപ്പോൾ AK ഇൻഡസ്ട്രീസ് ഡൗട്ട്ഫുൾ 1 ആയിട്ടാണ് ബാങ്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡൗട്ട്ഫുൾ 1 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 10 ആണ്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 5 ആണ്. നമുക്കറിയാം D1 ആകുമ്പോൾ സെക്യൂർഡ് പോർഷന് 25%ഉം അൺസെക്യൂർഡ് പോർഷന് 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെക്യൂരിറ്റി എത്ര പറഞ്ഞത്? എൻഗേജ്മെന്റ് പാർട്ണർ ഹാസ് ഓൾറെഡി വെരിഫൈഡ് NPA ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആസ് ഓൺ 31st വെച്ചാൽ ഈ NPA ക്ലാസിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആണ്. ഡൗട്ട്ഫുൾ തന്നെയാണ്, സബ്സ്റ്റാൻഡ് തന്നെയാണ്. ബട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണത് പറ്റിയിട്ടായിരിക്കും ചോദിക്കേണ്ടതായിരിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആസ് ഓൺ 31st March 2024 റിലേറ്റിംഗ് ടു NPA അക്കൗണ്ട് ലിസ്റ്റഡ് എബവ് വെച്ചാൽ ഈ എമൗണ്ട് ഉള്ളതൊക്കെ എക്സെപ്റ്റ് ASD ആൻഡ് സൺസ് ആർ ഫുള്ളി സെക്യൂർഡ്. ഓക്കെ. ASD ആൻഡ് സൺസിന്റെ എമൗണ്ട് ഒഴികെ ബാക്കിയെല്ലാം ഫുള്ളി സെക്യൂർഡ് ആണ് എന്ന്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിന് ഇവിടെ റെലവൻസ് തരത്തില്ല. 10 lakhന് അൺസെക്യൂർഡിന് ഇവിടെ റെലവൻസ് തരത്തില്ല. ഹവർ ഓൺലി എ പേഴ്സണൽ ഗ്യാരണ്ടി ഓഫ് എ പ്രൊപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പറേറ്റർ ഓണർ
ഓണറിന്റെ നെറ്റ് വർത്ത് എത്രയാണ്? 50 ലക്ഷമുള്ള നെറ്റ് വർത്ത് ഉള്ള ഓണർ എന്താ? ഞാൻ തരും സാർ, എന്റെ ഉറപ്പാണ്. അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഫോർ ASD ആൻഡ് സൺസ് എന്നുള്ള കമ്പനിക്ക്. ബട്ട് അതൊരു പേഴ്സണൽ ഗ്യാരണ്ടി ആണ്, ഒരു ഇൻടാഞ്ചിബിൾ സെക്യൂരിറ്റി ആണ്, ഒരു ടാഞ്ചിബിൾ സെക്യൂരിറ്റി അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. കമന്റ് ഓൺ ദ കറക്റ്റ്നെസ് ഓഫ് പ്രൊവിഷൻ. ഓക്കെ, പ്രൊവിഷൻ കറക്റ്റ് ആണോ? ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ആസ് പെർ ദ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ നോക്കലാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് നമുക്കറിയാം, ഫുള്ളി സെക്യൂർഡ് ആണ് ഈ എമൗണ്ട്. അപ്പൊ ഇതിന്റെ മേലെ ക്രിയേറ്റ് ചെയ്യേണ്ട 25% ആണ്. അപ്പൊ 10 ലാഖിന്റെ മേലെ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ എത്രയാണ്? 25%. എങ്ങനെ? സോറി, 25%. 10 into 25% എത്ര? 2.5 ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ 5 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അധികം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇവിടെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് NPA ആയതിനു ശേഷമുള്ള ആ ഒരു ലെവല്, അവിടെ എത്ര? 25% ടോട്ടൽ എമൗണ്ട് ആണ്. 15 to 25% എത്ര? 12.5 മതി. പക്ഷെ ഇവിടെ 7.5 ഇട്ടിട്ടുള്ളൂ. ഓക്കെ, സോറി 15% ആട്ടാ, 25% അല്ല, എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, 15 into 15%. സോറി, 50 into 15%. എത്ര? 7.5 ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, അത്ര തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ കേസിൽ എത്ര? ഈ ടേബിൾ സെഡിമീറ്ററിലാണെന്ന് ഓർമ്മ വിചാരിക്കും. ഡൗട്ട്ഫുൾ D2 440%, 100%. നമുക്കറിയാം ഇത് ഫുള്ളി സെക്യൂർഡ് ആണ്. അപ്പോൾ 40% മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 30 into 40%, 12 മതി. പക്ഷെ ഇവിടെ 30 ഇട്ടിട്ടുണ്ട്, ഓവർ പ്രൊവിഷൻഡ് ആണ്. 12 മതി, 30 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ASD ആൻഡ് സൺന്റെ കേസിൽ ലോസ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 100% റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടത്. അവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 100% എന്ത് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 1, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് 1. അപ്പോൾ ഓക്കെ, സെറ്റാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഇതില്. പിന്നെ ആ ഡെഫിനിഷനിലൊക്കെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് അത് നിങ്ങൾ വായിച്ചു നോക്കുക, സിമ്പിൾ ആണ്. ഓക്കെ, ഓക്കെ. അഗ്രിമ ഈസ് ഇൻ ഡെലൈമ. ഒരു കൺഫ്യൂഷനിലാണ്. എന്തിനെ പറ്റിയിട്ട്? ക്ലാസിഫിക്കേഷൻ ഓഫ് എബവ് അക്കൗണ്ട് as NPA ഓൾദോ ദീസ് ആർ ഫുള്ളി സെക്യൂർഡ് ഓർ ഗ്യാരണ്ടീഡ്. ഓക്കെ, ഇതൊക്കെ ഫുള്ളി സെക്യൂർഡ് ആയിട്ടും NPA ആക്കി ക്ലാസിഫൈ ചെയ്യണോ എന്നൊരു ഡെലൈമയില് കൺഫ്യൂഷനിലാണ് അഗ്രിം എന്ന് പറഞ്ഞ ആള്. നമുക്കറിയാം, ഒരിക്കലും ഒരു അക്കൗണ്ടിന് NPA ആക്കണോ ആക്കേണ്ടത് തീരുമാനിക്കണോ അതിന് ഒരുപാട് സെക്യൂരിറ്റി ഉള്ളതിന്റെ ബേസിസിലല്ല. ഇവിടെ നോക്ക്, 50 ലക്ഷം അസറ്റ് ഉള്ള ഒരാളാണ് ഈ 1 ലക്ഷം ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. ബട്ട് എത്ര സെക്യൂരിറ്റി ഉള്ള ആളാണെങ്കിൽ പോലും നമ്മൾ സെക്യൂരിറ്റിയുടെ ബേസിസിലല്ല NPA ആക്കണോ വേണ്ട തീരുമാനിക്കുക. നമ്മൾ ബേസ്ഡ് ഓൺ ദ റിക്കവറി ആണ്. 90 ദിവസമായിട്ട് എമൗണ്ട് തന്നില്ലേ, NPA ക്ലാസിഫൈ ചെയ്യുക. ഒരു 500 കോടിയുടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും 90 ദിവസമായിട്ടും കസ്റ്റമർ റീപേ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അത്ര ഇവിടെ പറയുന്നുള്ളൂ. NPA ഷുഡ് ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് റെക്കോർഡ് റിക്കവറി. അവൈലബിലിറ്റി ഓഫ് സെക്യൂരിറ്റി നെറ്റ് വർത്ത് ഈസ് നോട്ട് ടു ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ട്രീറ്റിംഗ് ആൻ അഡ്വാൻസ് ആസ് NPA ഓർ അതർവൈസ്. However, this account has to be classified as NPA on the record of recovery, although they are fully secured or guaranteed. Okay. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഫുള്ളി സെക്യൂർഡ് പോർഷൻ ആണെങ്കിലും എന്താണ് നമ്മൾ ഇങ്ങനെ ഓരോ ലെവൽ ഓഫ് NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഈവൻ ഇഫ് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിലും എന്തായാലും 90 days ആയിട്ട് റീപേ ചെയ്തില്ലേ, NPA ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആ NPAയുടെ വിത്തിൻ NPAയിൽ ഏത് ലെവൽ വരണം എന്നുള്ളത് ആ പീരിയഡ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ തീരുമാനിക്കണം. ഡൗട്ട്ഫുൾ വേണോ, സബ്സ്റ്റാൻഡേർഡ് വേണോ, ലോസ് അസറ്റ് വേണോ എന്നുള്ളത്. ഓക്കെ, ഓക്കെ അല്ലേ? ലോസ് അസറ്റ് ഒക്കെ എപ്പോഴാക്കാൻ നമുക്കറിയാം, ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ബാങ്കിന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ RBI ഇൻസ്പെക്ഷനിൽ RBI പറയുമ്പോൾ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കണു. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടാ. CBC ബാങ്ക്, ഒറ്റ മിനിറ്റ് ഇട്ടാ, ഒറ്റ മിനിറ്റ്. CBC Bank Limited has a multiple loan accounts classified as NPA. During the financial year, some borrower made partial payments towards their outstanding dues. ഓക്കെ, ഒരുപാട് അക്കൗണ്ട്സിൽ NPA ആക്കിയതുണ്ട്. 90 days ആയിട്ട് 90 days ആയിട്ട് തന്നിട്ടില്ല, അത് NPA ആക്കി ക്ലാസിഫൈ ചെയ്തു. ബട്ട് NPA ക്ലാസിഫൈ ചെയ്തതിന് ശേഷം എന്താ കുറച്ച് പേയ്മെന്റുകൾ, പാർഷ്യൽ പേയ്മെന്റ്, അത് പ്രിൻസിപ്പളുടെ ആവാം, ഇൻട്രസ്റ്റ് ആവാം, ലൈക്ക് കുറച്ച് ഒരു 50,000 രൂപ തരാനുണ്ട്. 50,000 തരാനുള്ള ചിലപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൾ അടക്കിയിരിക്കും. അതിൽ 25,000 തരുന്നു, 10,000 തരുന്നു, അങ്ങനെ പാർഷ്യൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. However, there were no explicit agreement between the bank and the borrower regarding the appropriation of these recoveries. ഈ കിട്ടുന്ന റിക്കവറിന്ന് ഇപ്പൊ 25,000 കിട്ടി കഴിഞ്ഞാൽ ആ 25,000-ലെ
എത്ര എമൗണ്ട് ആണ് ഈ പലിശ കണക്കിലെടുക്കുക, എത്ര എമൗണ്ട് ആണ് മുതൽ കണക്കിലെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിൽ എത്ര പോർഷൻ ആണ്, അല്ലെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ഫുൾ ആദ്യം പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അതോ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല അത്ര. ബാങ്ക്സ് ഫൈനാൻസിങ് ഡിസൈഡഡ് ടു റെക്കഗ്നൈസ് റിക്കവേർഡ് എമൗണ്ട് ആസ് ഇൻട്രസ്റ്റ് ഇൻകം മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കിട്ടുന്ന എമൗണ്ട് ഫുള്ളും ഇൻട്രസ്റ്റ് ഇൻകം ആക്കി കാണിക്കാൻ ബാങ്ക് തീരുമാനിച്ചു. However, during statutory audit, the auditor raised concern about the treatment of these recoveries. അപ്പോൾ ഇവർ ഇൻകം ആക്കി കാണിച്ചതിനെ പറ്റിയിട്ട് ഓഡിറ്റർ എന്തോ ചോദിച്ചു. അപ്പോൾ എന്ത് ലൈക്ക് ഓക്കെ, അപ്പോൾ ചോദ്യം എന്താ, അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഇങ്ങനെ റിക്കവറി കിട്ടുന്നത് എങ്ങനെയാണ് ബാങ്ക് ശരിക്കും അക്കൗണ്ട് ചെയ്യേണ്ടത് ഇൻ കേസ് ഓഫ് NPA ക്ലാസിഫൈഡ് അസറ്റ്സ് എന്നാണ് ചോദ്യം. ഓൾസോ എക്സ്പ്ലെയിൻസ് പ്രിൻസിപ്പൽ ദാറ്റ് ബാങ്ക് ഷുഡ് ഫോളോ ഇൻ റെക്കഗ്നൈസിങ് ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം NPS. നമുക്കുണ്ടല്ലോടാ ചാപ്റ്റർ 10 ഓൺ പാർഷ്യൽ റിക്കവറീസ് ഇൻ NPA എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ. അതിലത്തെ കണ്ടന്റുകളാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ വേറെ ഒന്നുമല്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലിസിറ്റ് അഗ്രിമെന്റ് ഇല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ബോറോവർ ആൻഡ് ക്ലയന്റ്, ബാങ്കിന്റെ ഇഷ്ടമാണ് അത് ആദ്യം ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഒന്നുകിൽ പ്രിൻസിപ്പൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് അത് ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ. ഇപ്പോൾ ഒരാള് ഞാൻ എക്സാമ്പിൾ കാട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ നോക്ക്, ഒരാൾക്കൊരു ലോൺ കൊടുത്തു, അല്ലെങ്കിൽ ഒരാള് നമുക്ക് എത്ര രൂപ തരാണ്ട്, ഒരു കസ്റ്റമർ 1,00,000 രൂപ മുതലിനത്തിൽ പ്രിൻസിപ്പൽ വഴി തരാനുണ്ട്, 20,000 ഇൻട്രസ്റ്റ് വഴി തരാനുണ്ട്, മൊത്തം 1,20,000 തരാനുണ്ട്. ബോറോവർ ഉണ്ടല്ലോ, അപ്പൊ ഇത് NPA ക്ലാസിഫൈ ചെയ്ത സിനാരി വിചാരിക്കും 10,000 മാത്രം തരുന്നു. അപ്പോൾ ഇവരുടെ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഇല്ല, ഈ ബാങ്കും കസ്റ്റമറും തമ്മിൽ. ഈ 10,000-ൽ എത്ര എമൗണ്ട് പ്രിൻസിപ്പളിലോട്ട് പോകണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് പോകണം, അത് മൊത്തം പ്രിൻസിപ്പളിലോട്ടാണ് പോകുന്നത്, അത് ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്, ഒരു അഗ്രിമെന്റ് ഇല്ല. അപ്പൊ അത്തരം സിനാരിയോയില് ബാങ്ക് ഒരു യൂണിഫോമിലി ഒരു തീരുമാനം എടുക്കണം. എന്ത്, നമുക്ക് കിട്ടുന്ന റിക്കവറീസ് ആദ്യം ഫുള്ള് ഇൻട്രസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി തരുന്ന എമൗണ്ട് ഫ്രം കസ്റ്റമേഴ്സ് അത് പ്രിൻസിപ്പലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ലോണിനും ഇങ്ങനെയായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. സോ ദ 10,000 വിൽ ബി അപ്രോപ്രിയേറ്റഡ് ടു ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 10,000 ആദ്യം ഇൻട്രസ്റ്റ് ഇനത്തിലോട്ട് ചേർക്കും. ആഫ്റ്റർ അപ്രോപ്രിയേഷൻ ഇൻട്രസ്റ്റ് ഡ്യൂ എത്ര, 10,000, പ്രിൻസിപ്പൽ 1,00,000 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ, ഒരു യൂണിഫോം ആൻഡ് കൺസിസ്റ്റന്റ് പോളിസി ബാങ്ക് ഫോളോ ചെയ്യുന്നത്. അത് ബാങ്കിന്റെ ഇഷ്ടമാണ് ഇതിലേക്ക് ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇൻ ആബ്സെൻസ് ഓഫ് എ ക്ലിയർ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് ദ ബോറോവർ ഫോർ ദ പർപ്പസ് ഓഫ് അപ്രോപ്രിയേഷൻ, എത്ര മാറ്റി വെക്കണം ഫ്രം റിക്കവറീസ് ഫ്രം NPAs, അത് പ്രിൻസിപ്പലിലോട്ട് എത്ര അപ്രോപ്രിയേറ്റ് ചെയ്യണം, മാറ്റി വെക്കണം കിട്ടുന്ന റിക്കവറിന്ന്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റോട്ട് എത്ര മാറ്റി വെക്കണം, അത് ബാങ്കാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ചിട്ടുള്ളത് ഒരു യൂണിഫോം ആൻഡ് കൺസിസ്റ്റന്റ് മാനറിൽ വേണം ഫോളോ ചെയ്യാൻ ബാങ്ക്. ദ അപ്രോപ്രിയേറ്റ് പോളിസി ടു ബി ഫോളോഡ്, ഇവിടെ ഏതാണ് അപ്രോപ്രിയേറ്റ് പോളിസി ഫോളോ ചെയ്യുന്നത് ചോദിച്ചില്ലേ, അത് AS 9 ആണ്. കാരണം AS 9 ആണല്ലോ ഇൻകം റെക്കഗ്നിഷനെ പറ്റിയിട്ട് പറഞ്ഞത്. ആ ഇൻകം റെക്കഗ്നിഷൻ, റവന്യൂ റെക്കഗ്നിഷൻ AS 9 എന്താണ് പറഞ്ഞത്, നമുക്ക് സർട്ടൈനിറ്റി ഉണ്ട്, കിട്ടും ഉറപ്പുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. വെൻ സർട്ടൈനിറ്റി അറ്റാച്ചസ് ടു ദ റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് ഭയങ്കര ഉറപ്പ്. അതെപ്പോഴാണ് ആവുക, കിട്ടിക്കഴിയുമ്പോൾ അല്ലേ. വെൻ സർട്ടൈനിറ്റി അറ്റാച്ചസ് ടു റിയലൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു NPA ആയി ഒരു അക്കൗണ്ട്, NPA ആയതിനു ശേഷം നമുക്കറിയാം NPA ആയി കഴിഞ്ഞാല് അപ്രൂവൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, എന്നാൽ കിട്ടാത്തതിനൊക്കെ നമ്മൾ റിവേഴ്സും അല്ലെങ്കിൽ നോട്ട് റെക്കഗ്നൈസ് അല്ലെങ്കിൽ ഡീ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലേ. അത്തരം സംഭവങ്ങൾ NPA ആയതിനു ശേഷമാണ് ഇതൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്യും ഇല്ലേ. എന്നിട്ട് ഈ റിവേഴ്സ് ചെയ്തിട്ടുള്ള എമൗണ്ടോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളൊക്കെ പിന്നീട് കിട്ടിക്കഴിഞ്ഞാൽ, വെൻ സർട്ടനിറ്റി അറ്റാച്ചസ് ടു റിയലൈസേഷൻ ഉദ്ദേശിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം. അതാണ് AS 9 പറയുന്നത്. അപ്പോൾ AS 9 ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. RBI ആയാലും ഇൻട്രസ്റ്റ് പാർട്ട്ലി ഓർ ഫുള്ളി റിയലൈസ്ഡ് NPAs ക്യാൻ ബി ടേക്കൺ ഇൻ ടു ഇൻകം. നമുക്കറിയാം NPA ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബേസിസിലാണ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അക്രൂവൽ ബേസിൽ അക്കൗണ്ടിങ് ഇല്ല. കിട്ടിയോ എന്ന് അക്കൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഹൗവർ ഇറ്റ് ഷുഡ് ബി എൻഷുർ ദാറ്റ് ക്രെഡിറ്റ് ടുവാർഡ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ റെലവന്റ് അക്കൗണ്ട്സ്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും ബാങ്കിൽ നിന്ന് കൊടുത്ത പുതിയ ലോണിൽ നിന്നിട്ടുള്ള ആവരുത്. ലൈക്ക് അതിലൊരു ലോജിക്ക് ഇല്ലല്ലോ. കസ്റ്റമർ എവിടുന്നെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എമൗണ്ടിൽ നിന്ന് വേണം റീപേ ചെയ്യാൻ. അല്ലാതെ ബാങ്കിന്റെ വേറൊരു ലോൺ എടുത്ത് സെയിം ബാങ്കിന്റെ വേറൊരു ലോൺ ബാങ്ക് അങ്ങനെ കൊടുക്കില്ല. ഇൻ കേസ് കസ്റ്റമർ റീപേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റീപേ ചെയ്യുന്ന എമൗണ്ട് കസ്റ്റമറുടെ ഓൺ ഫണ്ടിൽ നിന്നായിരിക്കണം, ബോറോവറുടെ ഓൺ ഫണ്ടിൽ നിന്നായിരിക്കണം. അല്ലാതെ ബോറോവർ നമ്മുടെ ബാങ്കിൽ നിന്നും വീണ്ടും എടുത്തിട്ടുള്ള ഫ്രഷ് ഓർ അഡീഷണൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസിൽ നിന്നുള്ള റീപേയ്മെന്റ് ആയിരിക്കരുത് ഈ NPA അക്കൗണ്ടിലോട്ട് കസ്റ്റമർ നടത്തുന്നത്. ഇറ്റ് ഷുഡ് ബി എൻഷുർ ദാറ്റ് ക്രെഡിറ്റ് ടുവാർഡ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ റെലവന്റ് കസ്റ്റമർ അക്കൗണ്ട്സ് ആർ നോട്ട് ഔട്ട് ഓഫ് ഫ്രഷ് അഡീഷണൽ ക്രെഡിറ്റ് ഫെസിലിറ്റി സാങ്ഷൻ ടു ദ ബോറോവേഴ്സ് കൺസേൺഡ്.
ഓക്കെ. ഒന്നാമത് ഈ ഒരു പോയിന്റ് തന്നെ റയർലി ഉണ്ടാവുള്ളൂ. ഓൾറെഡി NPA ആയിട്ടുള്ള ആൾക്ക് ലോൺ കൊടുക്കോ ആ സെയിം ബാങ്ക്? ഇല്ല. ഇത് ഞാൻ ഇച്ചിരി കൂടിയും ഒരു ലൈക്ക് ഒരു ഷോർട്ട് ആക്കിയിട്ട് ഞാന് എഴുതിയതുണ്ട്. ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ് ട്ടാ. ഈ സാധനം ഞാൻ ഇത്തിരി കൂടി ഒരു സിമ്പിൾ ആക്കി എഴുതിയത് ഞാൻ കാട്ടി അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. 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 ദാ മേലത്തെ ആൻസർ ഞാൻ ലൈക്ക് ഒരു 3 പോയിന്റ് ആക്കിയിട്ട് നമ്മുടെ നോട്ടിലുള്ളതാണിത്. ഇത് പഠിച്ചാൽ മതി. ഓക്കെ. ഇത് ഇത്തിരി കൂടി ലൈക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഡിസ്കസ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് ട്രീറ്റ്മെന്റ് ഓഫ് പാർഷ്യൽ റിക്കവറീസ് NPA. ഓക്കെ. ഇത് പഠിച്ചാൽ മതി. സെയിം തന്നെയാണ്. ബട്ട് ഇത്തിരി കൂടിയും ഒരു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കിയിട്ട് എഴുതിയെന്നുള്ളൂ. ഓക്കെ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ ആൻസറിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ എടുക്കണില്ല. അത് ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എന്തായാലും നോക്കിക്കോ. ഉം. ഒരു മിനിറ്റ് ട്ടാ. ഓക്കെ. എടാ ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ ഇല്ലേ എന്ന് എനിക്ക് കമന്റ് വഴി നിങ്ങൾ പറഞ്ഞു തരുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ലൈക്ക് സ്പീഡ് കൂടുതൽ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ലൈക്ക് ഇന്ന ഏരിയ ഒക്കെ ഇത്തിരി കൂടി പ്രശ്നമാണ്. അപ്പോൾ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. ഓക്കെ. Okay, Truthful Product is a company engaged in stationery items. During the 23-24, there was huge fire in one storage location of the company. Inventory 5 കോടി നഷ്ടപ്പെട്ടു. കമ്പനി ബാഡ്ലി അഫക്റ്റഡ് ആയി. അൺഫോർച്ചുനേറ്റ്ലി ഇൻഷുറൻസ് ക്ലെയിമും കിട്ടിയിട്ടില്ല. കമ്പനി ഭയങ്കര ലോസിലായി. ദർ വാസ് നോ ചേഞ്ച് ഇൻ നേച്ചർ ഓഫ് ബിസിനസ് ഓഫ് ദ കമ്പനി എന്ന് വെച്ചാൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ പഴയ ബിസിനസ് തന്നെ ഇപ്പോഴും. ദ ഡ്രാഫ്റ്റ് ഫിനാൻഷ്യൽ ഓഫ് ദ കമ്പനി ഈസ് 80, 100, ഓക്കെ 6 ടൺ. CID, who has been statutory for the past 3 years, has decided to rely upon the same test of details as performed the previous year. Previous yearly, like സപ്പോർട്ടിങ്സ് ലൈക്ക് ഒരു ഫൈനാൻസ് ടൈമിൽ അക്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിങ്സ് എത്ര പ്രീവിയസ് ഇയറിൽ നോക്കിയിട്ടുണ്ടോ ആ സെയിം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് കറണ്ട് ഇയറിലും ഓഡിറ്റർ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ വാട്ട് ഈസ് ലാക്കിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ഓഡിറ്റർ? ഒരിക്കലും പ്രീവിയസ് ഇയർത്തെ സെയിം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ആയിരിക്കരുത് ഓഡിറ്റർ യൂസ് ചെയ്യേണ്ടത്. കാരണം പ്രയർ ഇയറിൽ ഫയർ നടന്നിട്ടില്ല, ലോസ് ഉണ്ടായിട്ടില്ല, കമ്പനിയുടെ ഇൻവെന്ററി നഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയിട്ടില്ല. ഇത്രയും ഒരു സ്ട്രെസ്ഫുൾ സിനാരിയോ ആയിണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലം. അപ്പൊ കഴിഞ്ഞ ഒരു ഹെൽത്തി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ അന്ന് നോർമലി ചിലപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ മാനേജ്മെന്റ് ഇന്റൻഷൻ ഉണ്ടായിക്കോളുന്നില്ല. കാരണം ഒരു ഹെൽത്തി സിനാരിയോ ആണ്. ബട്ട് കറണ്ട് ഇയറിൽ അങ്ങനെയല്ല. കറണ്ട് ഇയറിൽ എന്താണ് ഫയർ ഇത് വന്നിട്ടുണ്ട്, ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയിട്ടുണ്ട്, കമ്പനി ഒരു ബാഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഒരു മാനിപ്പുലേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ചാൻസ് ഹയർ ആണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കൂടുതൽ എന്തുകൊണ്ടും സപ്പോർട്ടിങ്സുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ നടത്തിയിട്ടുണ്ടായിരിക്കണം. മാത്രല്ല ഇവിടെ നോക്കടാ, കമ്പനി ബാഡ് ആയിട്ടാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്, ലോസ് ഓഫ് ഫയർ ഉണ്ടായിട്ടുണ്ട്, ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയിട്ടുണ്ട്, കമ്പനി ഭയങ്കര ബാഡ് സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ നോർമലി റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടെയാണോ വേണ്ടത്? അതുപോലെ നെറ്റ് പ്രോഫിറ്റ് കൂടെയാണോ വേണ്ടത്? നോർമലി കുറയല്ലേ വേണ്ടത്? അപ്പൊ ഇത് നോട്ടീസ് ചെയ്യാത്തോണ്ടല്ലേ പ്രയർ ഇയർത്തെ സെയിം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ കറണ്ട് ഇയറിൽ യൂസ് ചെയ്യാൻ ഓഡിറ്റർ സമ്മതിച്ചത്? ഇൻഡയറക്ട്ലി അയാൾക്ക് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഒരു അലേർട്ട് മൈൻഡ് സെറ്റ് അയാൾ ഇവിടെ യൂസ് ചെയ്തില്ല എന്നല്ലേ? ഇൻഡയറക്ട്ലി പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആണ് ഇവിടെ ലാക്ക് ചെയ്തിട്ടുള്ളത് അയാൾക്ക്. അങ്ങനെ ലാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രീവിയസ് ഇയർത്തെ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ സെയിം കറണ്ട് ഇയറിൽ യൂസ് ചെയ്യില്ലായിരുന്നു. കറണ്ട് ഇയറിൽ ഡീറ്റെയിൽ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്ത് തന്നെ മോർ ദാൻ പ്രീവിയസ് ഇയർ. ഓക്കെ. അപ്പോൾ ആ പ്രൊഫഷണൽ സ്കെപ്റ്റിസം കുറിച്ചിട്ടൊക്കെ പറഞ്ഞാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടാ. ഇതിലുള്ളതിനെ പഠിക്കുക. മെയിൻലി പ്രൊഫഷണൽ സ്കെപ്റ്റിസം ത്രൂ ഔട്ട് ഓഡിറ്റ് ഈസ് നെസസറി ഇഫ് ഓഡിറ്റർ ഈസ് റെഡ്യൂസ് ഇഫ് ദ ഓഡിറ്റർ ഈസ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഓവർലുക്കിംഗ് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ്. അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ഇതിൽ എന്തായാലും ഉണ്ടാവും. കാരണം ഇത് ഇത്ര കൂടാൻ സാധ്യതയില്ല.
അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് കണ്ടുപിടിക്കാതിരിക്കുന്ന സിനാരിയോസ് ഒഴിവാക്കണമെങ്കിൽ ഓഡിറ്റർ എപ്പോഴും പ്രൊഫഷണലി സ്കെപ്റ്റിക്കൽ ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ യൂസിങ് ഇൻഅപ്രോപ്രിയേറ്റ് അസംഷൻസ് ഇൻ ഡിറ്റർമിൻ ദ നാച്ചർ ടൈമിംഗ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ ഇവാലുവേറ്റിംഗ് ദ റിസൾട്ട് thereof. ഇപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കുന്നത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഓഡിറ്റർ യൂസ് ചെയ്യണം. അലേർട്ട് ആയിരിക്കണം. ഇത് ഓവർ ദ പീരീഡ് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു കരുതിയിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ട് അലേർട്ട് ആവാം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവാൻ പോണില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ റവന്യൂ ഫ്രം ദ ഓപ്പറേഷൻ ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 80 to 100 ഡിസ്പൈറ്റ് ഓഫ് ദ ഫയർ. ഫർദർ ഇൻവെന്ററി 5 കോടി നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്താണ് നെറ്റ് പ്രോഫിറ്റ് 7.5% നിന്ന് 10% കൂടി. എങ്ങനെ? നോർമലി കുറയല്ലേ വേണ്ടത്. അപ്പോ ഇത് നോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഓഡിറ്റർ പ്രയർ ഇയർ ദ സെയിം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ ചെയ്യാന്ന് തീരുമാനിച്ചത്. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് ഓഡിറ്റർ ഹാസ് ടു ഡിസൈഡ് ടു റിലൈ അപ്പോൺ സെയിം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ as performed in previous year. The nature and extent of audit procedure need to be suitably altered considering changed circumstances. Current year changed circumstances അനുസരിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇൻവെന്ററി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. കാരണം ഇൻവെന്ററി ഒക്കെ കേട് വന്നിട്ട് ലൈക്ക് നഷ്ടപ്പോയിട്ട് പറഞ്ഞില്ലേ. അപ്പൊ ഇൻവെന്ററി ഒക്കെ അക്കൗണ്ടിൽ ബാക്കി കാട്ടിയിട്ടുള്ളത് കറക്റ്റ് ആണോ നോക്കേണ്ടി വരും. ഹി മേ ഇൻക്ലൂഡ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ടു അനലൈസ് വേരിയേഷൻസ് ആൻഡ് സീക്സ് നെസസറി എക്സ്പ്ലനേഷൻ ഫ്രം ദ മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ കമ്പാരിസൺസ് ടു ഒബ്റ്റെയിൻ എവിഡൻസ് നടത്തണം. ഇപ്പൊ നോക്ക്, നോർമലി ഇപ്പോ നെറ്റ് പ്രോഫിറ്റ് ലൈക്ക് ഇപ്പോ വേറെ കുറെ എക്സ്പെൻസുകൾ ഉണ്ട് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറിലും. കറണ്ട് ഇയറിൽ എന്താണ് എക്സ്പെൻസ് കുറവാണ്. എന്തുകൊണ്ടാ? കാരണം ഓപ്പറേഷൻസ് കുറവാണ്. അപ്പോൾ നോർമലി എക്സ്പെൻസ് കുറവാകും. നോക്ക്, പ്രയർ ഇയറിനെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ഇയർ എമൗണ്ട് കുറവാണ്. അപ്പോൾ ഈ എമൗണ്ട് കറക്റ്റ് ആവാനുള്ള ഒരു എവിഡൻസ് കിട്ടല്ലേ. അപ്പോൾ കമ്പാരിസൺ ടു ഒബ്റ്റെയിൻ എവിഡൻസ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ, കമ്പാരിസൺ ടു അസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോ നോർമലി ഇവിടെ സെയിൽ കുറയാണ് വേണ്ടത്. അപ്പോൾ സെയിൽ കുറയുമ്പോൾ നോർമലി എല്ലാ എക്സ്പെൻസുകളും കുറയല്ലേ വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടോ എന്നുള്ള എവിഡൻസ് കമ്പയർ ചെയ്ത് നോക്കണം. ലൈക്ക് ലോജിക്കൽ കമ്പാരിസൺ. കമ്പാരിസൺ എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ. ഇൻ കേസ് ഓഫ് ഡൗട്ട് അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഓർ ഇൻഡിക്കേഷൻ ഓഫ് പോസിബിൾ ഫ്രോഡ്സ് റിക്വയർ ഓഡിറ്റർ ടു ഡിറ്റർമിൻ വെദർ മോഡിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഓക്കെ, എന്നിട്ട് ആ ചേഞ്ച് സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യുക. അതിന്റെ ബേസിസിൽ വേണ്ട ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക. അത്ര ഇവിടെ പറയണുള്ളൂ. ഓക്കെ, വേണ്ട മോഡിഫിക്കേഷൻസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ലൈക്ക് ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്. ഒബ്വിയസ്ലി ഇവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഹയർ ആയിരിക്കും. കാരണം തെറ്റായിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമലി തെറ്റാവേണ്ട എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലൈക്ക് ഈ ഒരു സിനാരിയോയിൽ മാത്രമല്ല, അല്ലെങ്കിലും ഈ ഓഡിറ്റ് സ്ട്രാറ്റജി ഒക്കെ ഡോക്യുമെന്റ് ചെയ്യണം. ബട്ട് എന്നാലും ഇവിടെ ഒന്നുകൂടി ഇമ്പോർട്ടന്റ്ലി ഡോക്യുമെന്റ് ചെയ്യണം. കാരണം എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയർ ഓഡിറ്റർ പെർഫോം ചെയ്ത് അറിയാൻ. അപ്പോൾ ഓഡിറ്റർ ഓഫ് ദി ലിസ്റ്റഡ് കമ്പനി ഷാൾ ഡോക്യുമെന്റ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിംഗ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ടു ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ റീസൺ ഫോർ ചേഞ്ചസ്, സച്ച് ചേഞ്ചസ് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻ ഈ ഒരു കണ്ടന്റ് ഉണ്ട് പ്രൊഫഷണൽ, ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള സംഭവമാണ്. ഇതൊക്കെ ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് സിനാരിയോ, അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് വരുമ്പോൾ മാക്സിമം ഇതുപോലെ തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പേര് മാറ്റി വരികയാണെങ്കിലും ഈ കണ്ടന്റ് തന്നെ എഴുതിയാൽ മതി. ഇത് എഴുതിക്കോ. ലൈക്ക് നമുക്കിത് ഇപ്പോൾ ആൻസറിൽ ശരിക്കും നോർമലി ഇത് ഇവിടെ അങ്ങനെ അല്ല, ഇത് എഴുതണം. കാരണം ഒരു ഓഡിറ്റിൽ എന്തൊക്കെ പെർഫോം ചെയ്തെന്ന് അറിയാൻ ഈ ഓഡിറ്റ് സ്ട്രാറ്റജിയും ഓഡിറ്റ് പ്ലാനും ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് നോക്കിയാൽ പോയി. ഒരു ഓഡിറ്റ് എന്തൊക്കെ പെർഫോം ചെയ്തത് അറിയാൻ ഓഡിറ്റ് പ്രോഗ്രാമും ഓഡിറ്റ് പ്ലാനും ഓഡിറ്റ് സ്ട്രാറ്റജി നോക്കിയാൽ മതി. ഓക്കെ, ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, ഓഡിറ്റ് പ്രോഗ്രാം വ്യത്യാസമൊക്കെ എന്താ അറിയാൻ വിചാരിക്കുന്നു. അതിവിടെ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓഡിറ്റർ നോർമലി ലാക്ക് ചെയ്യുന്നത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആണ്. പിന്നെ അതിനെ പറ്റിയിട്ട് ഫർദർ ആയിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, എക്സാം ചോദിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ എഴുതണേ. ഓക്കെ, ഇനി എന്തൊക്കെ സെൽഫ് ത്രെറ്റ്, ഇൻഡിപെൻഡൻസ് ത്രെറ്റുകളാണ് ഇവിടെ ഉള്ളത്, അതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, CAG പാർട്ണർ പെർഫോംസ് നോൺ ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പോൾ ഈ നോൺ ഓഡിറ്റ് എൻഗേജ്മെന്റിൽ പെർഫോം ചെയ്യുന്ന വർക്ക് ആയിരിക്കും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ ഇൻഡയറക്ട്ലി അയാൾ ചെയ്ത വർക്ക് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിലൂടെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ സെൽഫ് റിവ്യൂ ത്രെറ്റ് അല്ലേ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്തു, ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ ഫാമിലി മെമ്പർ, അപ്പോൾ തന്നെ ഫെമിലിയാരിറ്റി ത്രെറ്റ് ആയി. ഓക്കെ, വൺ ഓഫ് ദ ക്ലൈന്റ് ത്രെറ്റൻസ്, അപ്പോൾ തന്നെ ഇൻഡിമിനേഷൻ ത്രെറ്റ് ആയി. ഇതൊക്കെ അറിയിച്ചായിരിക്കുന്നു. നമ്മൾ ആർബിട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർബിട്രേറ്റർ പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനായിട്ട് രണ്ടാൾക്കാരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്
എന്താണ് ആക്ട് ചെയ്തിട്ടുണ്ട് ഈ സിഎക്കാരന്. അപ്പൊ ഒബ്വിയസ്ലി 2 കൂട്ടരായിട്ടും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അറിയണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഒരാളെ ഓഡിറ്ററായിട്ട് പിന്നീട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഒബ്ജക്റ്റിവിറ്റീനെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിനെ കോംപ്രമൈസ് ചെയ്ത പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഫേവർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്വക്കസി ത്രെറ്റ് ആണ് വരുന്നത്. ഇപ്പൊ ഞാന് നിങ്ങടെ 2 ഇപ്പൊ നീയും വേറെ ആളും തമ്മിൽ അടിയാണ്. ഞാൻ സിഎക്കാരനെ ഓടിച്ചിട്ടാണ്. നിങ്ങൾ തമ്മിലുള്ള അടി സോൾവ് ആക്കാൻ ഞാനൊരു ഇടനിലക്കാരൻ ന്യൂട്രൽ പൊസിഷനിൽ നിന്നു. അപ്പൊ എനിക്ക് നിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അല്ലെങ്കിൽ ഇവന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. 2 പേരുടെയും കേൾക്കാനുള്ളത് ഞാൻ കേൾക്കൂലോ. എനിക്ക് ചിലപ്പോ നിന്റെ അടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ ഒരു സോഫ്റ്റ് കോർണർ വന്നേക്കാം. ഇപ്പൊ ഞാൻ നിന്റെ എതിരെയാണ് ഫേവർ ആയിട്ട് ഞാൻ തീരുമാനം പറഞ്ഞെന്നുണ്ടെങ്കിൽ, എന്നെ നീ ഒരു ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ മൂന്നാമതൊരാളുടെ കണ്ണില് നോക്കുമ്പോൾ, ഞാൻ നിന്റെ എതിരെ എന്താണ് ഫേവറായിട്ട് ഒപ്പീനിയൻ പറഞ്ഞ ആളല്ലേ. അപ്പൊ ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോഴും നിനക്ക് ഫേവറായിട്ട് ചിലപ്പോ ഒപ്പീനിയൻ പറഞ്ഞേക്കാം എന്നൊരു തോന്നല് വരും. ഈവൻ ഇഫ് ഞാൻ ശരിക്കും അൺബയാസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുമെങ്കിൽ പോലും. ഓക്കെ. അപ്പൊ ആ ഒരു മൂന്നാമതൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്റെ ഒബ്ജക്റ്റിവിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സിനാരിയോനല്ലേ ആ ഒരു സിനാരിയോക്ക് ഉണ്ടാവാൻ കാരണമുള്ള ത്രെറ്റിനെ പറഞ്ഞ പേരില്ലേ അഡ്വക്കസി ത്രെറ്റ്. ഓക്കെ. മനസ്സിലായി വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അത് കണ്ടിൻജന്റ് ഫീ ഒബ്വിയസ്ലി സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആയി. ഫീ അല്ലെങ്കിൽ മണി റിലേറ്റഡ് വരുന്നതൊക്കെ എന്തായി സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ആണ്. ഓക്കെ. അത്രന്നെ ഉള്ളൂ. ഇങ്ങനത്തെ ത്രെറ്റ് വരുമ്പോ എന്ത് ചെയ്യണം? അത് റെഡ്യൂസ് ചെയ്യാൻ നോക്കണം. ലൈക്ക് ഇനിയിപ്പോ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യണം. ഓക്കെ. എലിമിനേറ്റ് ദ ത്രെറ്റ് ഓർ അറ്റ്ലീസ്റ്റ് പുട്ട് ദ സേഫ് ഗാർഡ് ടു റെഡ്യൂസ് സച്ച് ത്രെറ്റ് ടു ആൻ ആക്സെപ്റ്റബിളി ലോ ലെവൽ. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ അണേബിൾ ടു ഇംപ്ലിമെന്റ് ആണെങ്കിൽ ദെൻ ഹി മസ്റ്റ് നോട്ട് ആക്സെപ്റ്റ് ദ വർക്ക് അല്ലെങ്കിൽ വിത്ഡ്രോ ഫ്രം ദ എൻഗേജ്മെന്റ്. ഓക്കെ. ഇത്രന്നെ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ കഴിഞ്ഞുട്ടാ. നമ്മുടെ എല്ലാ 25 അല്ല ശരിക്കും 27, 26 സംതിങ് ക്വസ്റ്റ്യൻസുകളുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ കഴിഞ്ഞു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. മനസ്സിലായില്ലേ എന്ന് കമന്റിൽ പറയാ. ഓക്കെ. ഞാൻ ഇത്തിരി സ്പീഡിൽ തന്നെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ സമയം കൂടി വേസ്റ്റ് ആക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്രിസ്പ് മീനിങ് കിട്ടണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു അസംഷൻ ബേസ്ഡും ആണ്. ഓക്കെ. ഓക്കെ.